ഐതിഹ്യമാല അധ്യായം 67. വയസ്കര കുടുംബവും അവിടുത്തെ ശാസ്താവും. പണ്ട് 12 കൊല്ലം കൂടുമ്പോൾ തിരുനാവായ മണൽപ്പുറത്ത് വെച്ച് ഒരു മാമാങ്കം നടത്തുകയും അതിന് സകല നാട്ടുരാജാക്കന്മാരും അവിടെ ചെന്ന് കൂടുകയും ചെയ്തിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചാണ് ഈ അടിയന്തരം നടത്തി വരുന്നത്. അതിനാൽ ഇതിന് മാഘമകം എന്ന നാമം സിദ്ധിച്ചു. അതിലോപിച്ച് മഹാമകമെന്നും മാമകമെന്നും ഒടുക്കം മാമാങ്കമെന്നുമായി തീർന്നു. ഒരിക്കൽ മാമാങ്കത്തിൽ സംബന്ധിക്കുവാനായി പോയ തെക്കങ്കൂർ വലിയ രാജാവ് മധ്യേമാർഗം ഒരു പരു അല്ലെങ്കിൽ കുരുവിന്റെ ഉപദ്രവം കലശായി തീർന്നു. രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പരുവിന്റെ അസഹ്യത കുറച്ചേ ഉണ്ടായിരുന്നു. എങ്കിലും അത് സാരമില്ല എന്ന്, അടിയന്തരത്തിന് പോകാതിരിക്കുവാൻ നിവൃത്തിയില്ലല്ലോ എന്നും വിചാരിച്ചാണ് അദ്ദേഹം പോയത്. പരു എന്ന് പറഞ്ഞാൽ അത് കേവലം നിസാരമായ ഒരു പരുവല്ലായിരുന്നു. പ്രമേഹക്കുരുവെന്നും ആയിരക്കണ്ണി എന്നും മറ്റും പറയുന്ന വലിയ വക പരുവായിരുന്നു. 1-2 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴേക്കും പരു മുതുകത്ത് ഒരു ചങ്ങഴി കമഴ്ത്തിയിടത്തോളം വലുതാവുകയും വേദന സഹിക്കുവാൻ വയ്യാതെയായി തീരുകയും ചെയ്തു. അങ്ങനെ പോയി ഒരുവിധം ആലത്തൂർ നമ്പിയുടെ ഇല്ലത്ത് ചെന്ന് ചേർന്നു. എന്നു മാത്രമല്ല, അന്നത്തെ നമ്പി സുപ്രസിദ്ധനായ നല്ല വൈദ്യനുമായിരുന്നു. അഗാധനായ അതിഥി തെക്കുംകൂർ വലിയ രാജാവാണെന്നറിഞ്ഞപ്പോൾ നമ്പി വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ സത്കരിച്ചിരുത്തുകയും സബഹുമാനം കുശലപ്രശ്നം ചെയ്യുകയും അതൊക്കെ കഴിഞ്ഞ് ആഗമന പ്രയോജനം എന്തെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രാജാവ് താൻ മാമാങ്കത്തിൽ സംബന്ധിക്കുവാനായിട്ട് പുറപ്പെട്ടതെന്നും മധ്യമാർഗം പിടകവ്യാധി ബാധിതനായി തീർന്നുവെന്നും വേദന ദുസ്സഹമായി തീരുന്നുവെന്നും അതിനാൽ ഉടനെ ദീനം ഭേദമാക്കി തിരുനാവായിക്ക് അയക്കണമെന്നും പറഞ്ഞു. നമ്പി പരുവിന്റെ സ്ഥിതി നോക്കിയതിനു ശേഷം ഇത് ഭേദമായിട്ട് മാമാങ്കത്തിന് പോവുക എന്നുള്ളത് അസാധ്യമാണ്. 1 മാസം ഇവിടെ താമസിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ദീനം ഭേദമാക്കി അയക്കാം. അതിൽ കുറഞ്ഞ കാലം കൊണ്ട് എന്നാൽ അത് സാധിക്കുമല്ല. നമ്പിയേക്കാൾ യോഗ്യനായ ഒരു വൈദ്യൻ ഭൂലോകത്തില്ലെന്ന് അക്കാലത്ത് പ്രസിദ്ധനായിരുന്നതിനാൽ അദ്ദേഹം പറഞ്ഞതിനെ രാജാവ് സമ്മതിച്ചു. നമ്പി രാജാവിന് താമസിക്കുവാൻ തന്റെ പത്തായപ്പുര മാളിക ഒഴിഞ്ഞു കൊടുക്കുകയും മുറയ്ക്ക് ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പരു നല്ലപോലെ പഴുത്തു. പിന്നെ അതൊന്ന് കീറണമെന്ന് നമ്പി നിശ്ചയിച്ചു. ചെറുപ്പത്തിൽ ശസ്ത്രക്രിയയ്ക്ക് അതിസമർത്ഥനായിരുന്നുവെങ്കിലും പ്രായാധിക്യം നിമിത്തം കൈക്കൊരു വിറയൽ ബാധിച്ചിരുന്നതിനാൽ അക്കാലത്ത് നമ്പിക്കത് ഏറ്റവും ദുസ്സാധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാർ അപ്പോഴും കേവലം കുട്ടികളുമായിരുന്നു. അതിനാൽ നമ്പി തന്റെ കൂടെ പഠിച്ച് താമസിച്ചിരിക്കുന്ന പ്രധാന ശിഷ്യനായ വരിക്കുമാശ്ശേരി നമ്പൂരിപ്പാടിനോട് എന്താ നമ്പൂരിക്ക് ഗുരുവെന്ന് കീറുക വയ്യേ എന്ന് ചോദിച്ചു. നമ്പൂരിപ്പാട് ശാസ്ത്ര പരിജ്ഞാനം കൊണ്ടും ചികിത്സകൾ കൊണ്ടും ചെയ്ത പരിചയം കൊണ്ടും പഴക്കം കൊണ്ടും കൈപുണ്യം കൊണ്ടും നല്ല വൈദ്യനായെന്നുള്ളത് ഒരു പേര് സമ്പാദിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം അതുവരെ ശസ്ത്രക്രിയയൊന്നും ചെയ്തിരുന്നില്ല. എന്നുവരികിലും ബുദ്ധിമാനും സമർത്ഥനുമായ അദ്ദേഹത്തിന് ഇത് ദുഷ്കരമായി തോന്നിയില്ല. ഗുരുനാഥൻ അടുക്കലിരുന്ന് അനുഗ്രഹപൂർവ്വം പറഞ്ഞു തന്നാൽ ഞാനിത് ചെയ്യാമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്രകാരം തന്നെ നമ്പിയുടെ സാന്നിധ്യത്തോടു കൂടി പരു കീറുകയും നമ്പി പിന്നെയും യഥാവിധി ചികിത്സകൾ ചെയ്യുകയും ആകെ 3 മാസം കൊണ്ട് രാജാവ് പൂർണ്ണസുഖത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇക്കാലത്തിനിടയ്ക്ക് മാമ്പാങ്കം കഴിഞ്ഞു പോവുകയാൽ രാജാവ് നമ്പുക്കും നമ്പൂരിപ്പാട്ടിലും പലവിധ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് സ്വരാജ്യത്തിലേക്ക് തന്നെ മടങ്ങി. അന്ന് തെക്കങ്കൂർ രാജാക്കന്മാരുടെ രാജധാനി ഇപ്പോൾ തിരുവിതാംകൂറിൽ ഏർപ്പെട്ടിരിക്കുന്ന തളി എന്ന സ്ഥലത്തായിരുന്നു. തെക്കങ്കൂർ രാജാവ് സ്വദേശത്തേക്ക് മടങ്ങിയതിനു ശേഷം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വാരിക്കുമാശ്ശേരി നമ്പൂരിപ്പാട്ടിലേക്ക് അച്ഛന്റെ ശ്രാദ്ധമായി. അത് സഹോദരന്മാരോടുകൂടി വേണ്ടതാകിയാൽ നമ്പിയോട് അനുവാദം വായി. അദ്ദേഹം ഇല്ലത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം ഇല്ലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തോട് താൻ ശാസ്ത്രക്രിയയൊക്കെ ചെയ്തുകൊണ്ട് തന്നോടുകൂടിയ ഞാനും അനുജന്മാരും ശ്രാദ്ധം മൂട്ടുവാൻ പാടില്ലെന്നും അതോടുകൂടി തന്നോടുകൂടി ഞങ്ങൾ ബലി നടത്തുകയാണെങ്കിൽ ശ്രാദ്ധത്തിനാരും വരികയില്ലെന്നും നമ്മുടെ സ്വജനങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവർ അപ്രകാരം പറഞ്ഞത് ന്യായവുമാണല്ലോ. ബ്രാഹ്മണരിൽ അഷ്ടവൈദ്യന്മാർക്കല്ലാതെ ശസ്ത്രക്രിയ വിധിച്ചിട്ടുണ്ടോ? അതിനാൽ താൻ അങ്ങനെ ചെയ്തത് തെറ്റു തന്നെയാണെന്ന് വാദ്യാന്മാർ, വൈദികന്മാർ മുതലായവരുടെയും അഭിപ്രായം പറയുകയും ചെയ്തു. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. ഒരുമിച്ച് ശ്രാദ്ധം മൂട്ടാമെന്ന് ആരും പറഞ്ഞില്ല. അത് കേട്ട് വൈദ്യൻ നമ്പൂതിരിപ്പാട് അങ്ങനെയാണ് അവരൊക്കെ പറയുന്നതെങ്കിൽ ഒരുമിച്ച് ശ്രാദ്ധം മൂട്ടണമെന്നില്ല. ഞാനിപ്പോൾ തന്നെ ഗുരുനാഥന്റെ ഇല്ലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും നമ്പിയുടെ അടുക്കിലെത്തി വിവരമെല്ലാം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ താൻ നിമിത്തം തന്റെ പ്രിയ ശിഷ്യൻ ഇപ്രകാരം ഒരു സ്വജന ശാസ്യത്തിനിടയായല്ലോ എന്ന് വിചാരിച്ച് ശിഷ്യവത്സലനായ നമ്പിക്ക് വളരെ കുണ്ഠിതമുണ്ടായി. എങ്കിലും അത് അദ്ദേഹം പുറത്തു കാണിക്കാതെ ധൈര്യസമേതം ഇതുകൊണ്ട് നമ്പൂരി ഒട്ടും വിഷാദിക്കേണ്ട, നമ്പൂരി ഇവിടെ താമസിച്ചുകൊള്ളൂ. ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്പൂരിക്ക് മേലാൽ ശ്രേയസ്സല്ലാതെ ദോഷം വരികയില്ല.
ഗുരുത്വമുള്ളവർക്ക് ദോഷം വരണമെങ്കിൽ ഈശ്വരൻ ഇല്ലെന്ന് വരണമെന്ന് പറഞ്ഞു. നമ്പൂരിയുടെ ഇല്ലം ഇത് തന്നെയെന്ന് വിചാരിച്ചുകൊള്ളൂ. ഈ കുടുംബമുള്ള കാലത്ത് നമ്പൂരിക്ക് ഇവിടെ യാതൊരു സ്വാതന്ത്ര്യക്കുറവും വരികയില്ല എന്ന് പറഞ്ഞു. ഗുരുനാഥൻ പറഞ്ഞതുപോലെ ആകത്തക്കെയാണ് എൻ്റെ വിശ്വാസവും എന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു. അന്നു മുതൽ അദ്ദേഹം ആ ഇല്ലത്തെ ഒരാളെ പോലെ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ശ്രാദ്ധ ദിവസം നമ്പി ഒരു നമ്പൂതിരിയെ വരുത്തി ശ്രാദ്ധം നടത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ നമ്പി നമ്പൂരിപ്പാട്ടിലേക്ക് പറ്റിയ ദുർഘട സംഗതിയും അദ്ദേഹം നമ്പിയുടെ ഇല്ലത്ത് തന്നെ താമസിച്ചു വരുന്ന വിവരവും കാണിച്ച് ഒരു എഴുത്തെഴുതി ഒരു ദൂതന്റെ പക്കൽ കൊടുത്ത് തേക്കങ്കൂർ വലിയ രാജാവിന്റെ അടുക്കൽ അയച്ചു. നമ്പിയുടെ എഴുത്ത് ദൂതൻ കൊണ്ടുചെന്ന് രാജാവിന് കൊടുത്ത ഒരു നല്ല അവസരത്തിലായിരുന്നു. അക്കാലത്ത് വോയ്സ്കര ഇല്ലത്ത് പുരുഷന്മാരാരും ഇല്ലാതെയായി തീരുകയും ഒരു കന്യക മാത്രം ശേഷിക്കുകയും ചെയ്യുകയാൽ ആ കന്യകയെ സർവ്വസ്വധാനമായി വിവാഹം കഴിപ്പിച്ച് ദത്ത് കയറ്റുവാൻ ആരെയാണ് വേണ്ടതെന്ന് രാജാവ് വേണ്ടത്തക്ക ആളുകളുമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്പിയുടെ ഭൃത്യൻ അപ്പോഴാണ് എഴുത്ത് കൊണ്ടുചെന്ന് കൊടുത്തത്. എഴുത്ത് വായിച്ചു കേട്ടപ്പോൾ ഇതൊരു ശുഭലക്ഷണമാണെന്നും ഈ നമ്പൂരിപ്പാട്ടിലേക്ക് തന്നെ ആ കന്യകയെ വിവാഹം കഴിപ്പിച്ച് വോയ്സ്കര ഇല്ലത്ത് ദത്ത് കയറ്റാമെന്നും രാജാവിനും അവിടെ കൂടിയിരുന്ന ഇതര ജനങ്ങൾക്കും തോന്നുകയും ആ വിവരത്തിന് രാജാവ് ഒരു എഴുത്തെഴുതി നമ്പിയുടെ അടുക്കിലേക്ക് അയക്കുകയും ആ ഭൃത്യന്റെ പക്കൽ തന്നെ കൊടുത്തയക്കുകയും ചെയ്തു. രാജാവിന്റെ എഴുത്ത് കണ്ടപ്പോൾ നമ്പിക്ക് അപരിമിതമായ സന്തോഷമുണ്ടായി എന്നുള്ളത് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്പി ആ എഴുത്ത് നമ്പൂരിപ്പാട്ടിലേക്ക് കാണിക്കുകയും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് നമ്പൂരിപ്പാട്, ഗുരുനാഥൻ പറഞ്ഞാൽ എവിടെയും പോകുന്നതിനും എനിക്ക് സമ്മതമാണ്. വിശേഷിച്ച് ധാരാളം വസ്തുവകകളും പ്രശസ്തിയും വൈദ്യ പാരമ്പര്യവുമുള്ള വോയ്സ്കര ഇല്ലത്തിന്റെ ഉടമസ്ഥനും തെക്കുംകൂർ രാജാവിന്റെ പ്രിയ വൈദ്യനുമായി തീരുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷവും വന്നി. എങ്കിലും ചമ്രവട്ടത്തെ തിങ്കൾ ഭജനം മുടക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ മനസ്താപവും വന്നി. അത് ഞാൻ വളരെ കാലമായി നിർവിഘ്നം നടത്തിപ്പോരുന്നതാണല്ലോ എന്നാണ് മറുപടി പറഞ്ഞത്. ആലോചിച്ച് ഇഷ്ടം പോലെ ചെയ്യുക, എനിക്ക് നിർബന്ധമില്ല. നമ്പൂരി എൻ്റെ അടുക്കൽ തന്നെ താമസിക്കുന്നതാണ് എനിക്ക് സന്തോഷമായിട്ടുള്ളത്. നമ്പൂരിക്ക് മേലാൽ ശ്രേയസ്കരമായിരിക്കുന്നത് രാജാവിൻ്റെ ഹിതനാവർത്തിയായി കോട്ടയത്ത് പോയി താമസിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് നമ്പിയും പറഞ്ഞു. നമ്പൂരിപ്പാട്ടിലെ ഹൃദയം ആകപ്പാടെ അത്യന്തം സംശയഗ്രസ്തമായി തീർന്നു. പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം അതികലശമായി വർദ്ധിച്ചു. മാസത്തിലൊരിക്കൽ ചമ്രവട്ടത്തിന് പോയി ദർശനം കഴിക്കുകയെന്നുള്ള പതിവ് മുട്ടിക്കുക എന്നുള്ള കാര്യം അത്യന്തം രസകരമായി തീർന്നു. നമ്പിയുടെ ഇല്ലത്തെ താമസം എന്ന് സുഖമായിരിക്കുവാൻ തരമില്ലല്ലോ. ഗുരുനാഥന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ശേഷമുള്ളവർക്ക് നമ്പൂരിപ്പാട്ടിലെ പേരും അത്രയും സ്ഥാനവും വാത്സല്യവും ഉണ്ടാകും. അപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന സ്ഥിതിയിലായിത്തീരും. അതിൽ ഭേദം ദൈവഗത്യ ലഭിച്ച ഭാഗ്യത്തെ ഉപേക്ഷിക്കുകയായിരിക്കണമല്ലോ. ആകപ്പാടെ നമ്പൂരിപ്പാട്ടിന് ഏറ്റവും കുടങ്ങുവിശായി. ഉടനെ അദ്ദേഹം ചമ്രവട്ടത്തേക്ക് പോയി. അവിടെ ചെന്ന് കുളിച്ചു തൊഴുത് എല്ലാം വേണ്ടതുപോലെ ആക്കിത്തരണമെന്ന് സ്വാമി സന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു. അന്ന് നമ്പൂരിപ്പാട്ടിന് അത്താരം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, അങ്ങോട്ടും വ്യസനിക്കണ്ട, തെക്കോട്ട് പോയിക്കൊള്ളു, അങ്ങക്ക് എന്നെ കാണുന്നതിന് ഞാൻ അവിടെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടുമില്ല. എങ്കിലും വലസലായ ചമ്രവട്ടത്തെ ശാസ്താവ് തന്നെയാണ് തന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞതെന്നും നമ്പൂരിപ്പാട് ദൃഢമായി വിശ്വസിക്കുകയും പിറ്റേ ദിവസം രാവിലെ ഈ വിവരം നമ്പിയോട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്പിക്കും വളരെ സന്തോഷമാണ്. അടുത്ത ദിവസം തന്നെ നമ്പി നമ്പൂരിപ്പാട്ടോടും കൂടി കോട്ടയത്തേക്ക് പുറപ്പെടുകയും യഥാകാലം തെക്കുംകൂർ രാജാവിന്റെ അടുക്കിലെത്തി സംഗതികളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ ഒരു മുഹൂർത്തത്തിൽ വോയ്സ്കര ഇല്ലത്തെ കന്യകയെ നമ്പൂരിപ്പാട്ടിലേക്ക് വേളി കഴിപ്പിച്ച് അദ്ദേഹത്തെ അവിടുത്തെ ദത്ത് കയറ്റി. രാജാവോടുകൂടി ചെന്നിരുന്നാണ് ഈ അടിയന്തരം നടത്തിയത്. പിന്നെ ആ അടിയന്തരം വളരെ കേമമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ അടിയന്തരം സംബന്ധിച്ച് 7 ദിവസം ഗംഗേമമായ സദ്യയും സംഘക്കളി മുതലായ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. അത്രയും ദിവസം രാജാവും അവിടെ തന്നെ എഴുന്നള്ളി താമസിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു ദിവസം സദ്യക്ക് കറുക്ക വെട്ട് തുടങ്ങിയപ്പോൾ ചേന സ്വല്പം പോരാതെ വന്നു. അന്ന് വോയ്സ്കര ഇല്ലത്തിൽ നിന്നും തെക്കുവശത്ത് ഇല്ലത്തെ വാലിയക്കാരൻ ധാരാളമായി ചേന കൃഷി ചെയ്തിരുന്നതിനാൽ അവിടെ നിന്ന് 2-3 ചേന കൂടി പറിച്ചുകൊണ്ടുവരുന്നതിനായി ഒരു ഭൃത്യൻ ഒരു തൂമ്പയും എടുത്തുകൊണ്ട് ഓടിപ്പോയി. അവൻ ചേന പറിക്കുവാനായി ഒരു സേനയുടെ ചുവട്ടിൽ വന്ന് വെട്ടിയപ്പോൾ അവിടെ നിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങി. രക്തപ്രവാഹം കണ്ട് ഭയപ്പെട്ട ആ ഭൃത്യൻ ഓടിച്ചെന്ന വിവരം കറുക്കവെട്ടുകാരെ അറിയിച്ചു. അപ്പോഴും ഈ വർത്തമാനം അവിടെയൊക്കെ പരന്നു. ഉടനെ രാജാവും മാലത്തൂർ നമ്പി മുതലായവരും ആ സ്ഥലത്തെത്തി മണ്ണ് മാറ്റിച്ച് നോക്കിയപ്പോൾ അവിടെ ശിവലിംഗം പോലെ ഒരു ശിലാബിംബം മുളച്ചിരിക്കുന്നതായി കണ്ടു. വരിക്കുമാശ്ശേരി നമ്പൂരിപ്പാട്ടിലേക്ക് ചമ്രവട്ട അയ്യപ്പന്റെ ദർശനമുണ്ടായിട്ടുള്ള വിവരം മുൻപേ തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ ഇത് ചമ്രവട്ടത്തയ്യപ്പൻ ഇളകൊണ്ടിരിക്കുന്നതാണെന്ന് സർവ്വജനങ്ങളും തീർച്ചപ്പെടുത്തുകയും പ്രശ്നക്കാർ അപ്രകാരം തന്നെ വിധിക്കുകയും ചെയ്യും. ആ വിഗ്രഹം കാണപ്പെട്ട ഉടനെ ഒരു നമ്പൂരിയെ കൊണ്ട് പൂജ നടത്തിച്ചു.
അപ്പോൾ നിവേദ്യത്തിന് ഉപയോഗിച്ചത് അവിടുത്തെ അന്തർജനമുണ്ടാക്കിയ വത്സരൻ അല്ലെങ്കിൽ അടയാണ്. അതിനാൽ വൈസ്കര ശാസ്താവിന് വത്സൻ വഴിപാട് പ്രധാനമായി തീർന്നു. പിന്നീട് അവിടെ ക്ഷേത്രം പണി മുതലായവ നടത്തുകയും വൈസ്കര ശാസ്താവ് എന്നുള്ള പ്രസിദ്ധി ലോകത്തിൽ പരക്കുകയും ആ ശാസ്താവ് വൈസ്കരയിലത്തെ കുടുംബ പരദേവതയായി തീരുകയും ചെയ്തു. രോഗശമനത്തിനായും മറ്റും ഇപ്പോഴും അവിടെ പല വത്സൻ വഴിപാടുകളും നടത്തി വരുന്നുണ്ട്. ഇപ്രകാരമാണ് വൈസ്കര ശാസ്താവിന്റെ ആഗമം. വൈസ്കര കുടുംബക്കാരെ മുൻകാലങ്ങളിൽ പോറ്റി എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരിക്കും ആ ശേരി നമ്പൂരിപ്പാട് അവിടെ ദത്തുകയറുകയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പര ജാതന്മാർ അവിടെ കുടുംബനാഥന്മാരായി തീരുകയും ചെയ്തിട്ടും ആ പേരിന് മാറ്റം വന്നില്ല. പിന്നീട് കൊല്ലം 995 അവിടെ ആ പരമ്പരയും അവസാനിച്ച് യഥാപൂർവം ഒരു കന്യക ശേഷിച്ചു. ആ കന്യകയെ പ്ലാമന്തോൾ മൂസ് സർവ്വസ്വാധാനമായി വിവാഹം കഴിച്ച് അവിടെ ദത്തുകയറി. അക്കാലം മുതൽക്കാണ് ആ കുടുംബക്കാർക്ക് മൂസ് എന്നുള്ള പേര് സിദ്ധിക്കുകയും പ്രസിദ്ധമായി തീരുകയും ചെയ്തത്. ഇപ്പോഴും വൈസ്കര കുടുംബത്തിലുള്ളത് ആ പ്ലാമന്തോൾ മൂസിന്റെ സന്താന പരമ്പര ജാതന്മാരാണ്. അതായത് ആ പ്ലാമന്തോൾ മൂസിന്റെ പൗത്രന്റെ പുത്രനും തത്പുത്രന്മാരും. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 67 സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് അധ്യായം 68 കായംകുളത്ത് രാജാവിന്റെ ശ്രീചക്രം തുടരും.